ആമീസ് ആൻഡ് അൻവീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെറുപയർ ഉപയോഗിച്ച് താരനും മുടി കൊഴിച്ചിലും മാറി മുടിക്ക് നല്ല നിറം ലഭിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ ചെറുപയർ മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഓരോരുത്തരുടെയും മുടിയുടെ നീളം അനുസരിച്ചാണ് ചെറുപയർ എടുക്കുന്നത്. നീളം കുറഞ്ഞ മുടിയാണെങ്കിൽ 1 സ്പൂൺ ചെറുപയർ മതിയാകും. പൊടിച്ചെടുത്ത ചെറുപയറിലേക്ക് ഇത്തിരി വെള്ളം ചേർത്ത് നല്ലപോലെ കലക്കിയെടുക്കുക. ഇനി ഈ മിശ്രിതം നല്ലതുപോലെ മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. സ്കാൽപ്പിൽ മസാജ് ചെയ്തു വേണം തേക്കാൻ. നമ്മുടെ മുടിയുടെ വളർച്ച മുരടിച്ചു പോകുവാൻ പ്രധാന കാരണം താരനും അഴുക്കും അടിഞ്ഞു കിടക്കുന്നതാണ്. ഈ അടിഞ്ഞു കിടക്കുന്ന താരനും അഴുക്കുമെല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നതിലൂടെ ഇളകിപ്പോരുന്നു. മുടിക്കു മാത്രമല്ല മുഖത്തിനും ശരീരത്തിനുമെല്ലാം ചെറുപയർ ധാരാളം ഗുണങ്ങൾ നൽകുന്നു. ഇതിൽ അവശ്യ കൊഴുപ്പുകൾ, ധാതുക്കൾ, വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയും ഇതിലുണ്ട്. ഈ ഘടകങ്ങൾ മുടിയുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നു. മാർക്കറ്റിൽ ചെറുപയർ പൊടി പലതരത്തിലും നമുക്ക് ലഭ്യമാണ്. പക്ഷേ ചെറുപയർ നമ്മൾ സ്വയം പൊടിച്ച് തേക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. ഞാൻ അങ്ങനെയാണ് കേട്ടോ തേക്കുന്നത്. നമ്മൾ സ്വന്തം കടയിൽ നിന്ന് മേടിക്കുന്ന ചെറുപയർ ഇച്ചിരി എടുത്ത് മിക്സിയിലിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ കടയിൽ നിന്നൊന്നും മേടിച്ചിട്ടില്ല, പൊടിയായിട്ട് മേടിച്ചിട്ടില്ല. കുറച്ച് നേരം ഏകദേശം ഒരു 2 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായി മസാജ് ചെയ്ത് മുടി കെട്ടി വയ്ക്കണം. നമ്മുടെ തലയിലെ ചൂട് കാരണം സാധാരണ ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ചെറുപയർ നല്ലതുപോലെ ഉണങ്ങും. ഇനി ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒത്തിരി നേരം തലയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. ജലദോഷമൊക്കെ കൂടിയ എന്തോ ചെയ്യും. ഇനി പോയി കുളിക്കാമേ. അങ്ങനെ കുളി കഴിഞ്ഞ് ഞാൻ വന്നു. ഇനി അഴിച്ചിട്ട് ചെട കളഞ്ഞ് ചീകിയെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് ഓരോ തവണയും നല്ലതുപോലെ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ചീപ്പിലിരിക്കുന്ന അഴുക്ക് വീണ്ടും നമ്മുടെ തലയിൽ പറ്റിപ്പിടിക്കും. പിന്നെ ഒരു തവണ മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. മാസത്തിൽ ഒന്നെങ്കിലും ഈ ഹെയർ മാസ്ക് തലയിൽ അപ്ലൈ ചെയ്യണം, എങ്കിലേ നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഞാനൊരു ആഴ്ച 2 തവണയിലും തേക്കുന്നതാണ്. ഇതല്ലെങ്കിൽ ചെറുപയർ അല്ലെങ്കിൽ ഉലുവയാണേലും തലയിൽ ആഴ്ച 2 തവണ ഞാൻ തേക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ. ജലദോഷമുള്ള സമയത്ത് മാത്രമേ ഞാൻ തലയിൽ ഇതുപോലത്തെ ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുകയുള്ളൂ. അലർജിയുടെ ജലദോഷമൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം ജലദോഷം ഇല്ലാത്ത ടൈമിൽ ഇങ്ങനെ നല്ലപോലെ തേച്ചൊക്കെ പിടിപ്പിക്കും. പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ, എനിക്ക് 2 പെൺമക്കളാണുള്ളത്. അവരുടെ തലയിലും ഇതൊക്കെ തന്നെയാണ് ഞാൻ തേക്കുന്നത്. അല്ലാതെ ഷാമ്പു ഒന്നും ഞങ്ങളിവിടെ യൂസ് ചെയ്യാറില്ല. ധാരാളം കെമിക്കലൊക്കെ അടങ്ങിയിരിക്കുന്നതല്ലേ ഷാമ്പൂവിൽ. അപ്പോൾ പിന്നെ അത് തേച്ച് ഉള്ള മുടിയും കൂടെ എങ്ങനെ പൊട്ടിച്ച് കളയുന്നതെന്ന് ഓർത്തിട്ട് ഷാമ്പു ഒന്നും യൂസ് ചെയ്യാറില്ല. ചെറുപയറും ഉലുവായും ഒക്കെ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ യൂസ് ചെയ്യുന്നത്. കണ്ടോ, മുടിയുടെ മാറ്റം കാണത്തില്ലേ? ഓക്കെ, ബൈ.